100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. ഇതൊക്കെ പോസിബിൾ ആവോ? എന്റെ പൊന്നുമോളെ, ഇതൊക്കെ ഞാൻ പോസിബിൾ ആക്കി തരും. പിന്നെ എന്തിനാ ഞാനിവിടെ വന്നത്? നിനക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് കൂട്ടാൻ വേണ്ടിയാണ് നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അത് കണ്ടോ, ആ സൈറ്റിൽ കുറെ പണിക്കാർ നിൽക്കുന്നുണ്ടോ, അവിടെ പോയി കൊച്ചൊരു പെർഫോമൻസ് അങ്ങ് ചെയ്യുന്നു. നന്നായിട്ടുണ്ട്. പണിയെടുത്ത് ചോദിച്ചോടാ. അഖിൽ മാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽ മാരാർക്ക് ഒരു ഇതുമില്ല. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോങ്ങൻ. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP കിട്ടിയാണ്. എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. അഖിൽമാരാർ ബിഗ് ബോസിലൂടെ ഭയങ്കര ബോസൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? കേരളമാണ്. ആകരേട്ടിന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. അഖിൽമാരാരുടെ വിജയസാധ്യത തൃക്കാക്കര മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ട്? ഒട്ടും സാധ്യതയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? തൃക്കാക്കരയുടെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർഗീയവാദികൾക്ക് പറ്റിയതല്ല. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതുകൊണ്ട് ഈ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ ആ പരിപ്പ് വേവില്ല. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. അദ്ദേഹം പറഞ്ഞ ബിഗ് ബോസ് കണ്ടവരെല്ലാരും അഖിൽമാരാർക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞു. ചേട്ടന് വീട്ടിൽ നിന്ന് വോട്ടില്ല അഖിൽമാരാർക്ക്? ഇല്ലില്ല. വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. നീയൊക്കെ ഉണ്ടല്ലോ, സൂചി കയറ്റാനുള്ള ഒരിടം നിന്നിട്ടുണ്ടെങ്കിൽ തൂമ്പ കയറ്റി എന്റെ ജീവിതം നാനാവിധമാക്കും. ചേട്ടന്റെ വീട്ടിൽ നിന്ന് വോട്ട് പോകില്ല എന്ന് ഉറപ്പാ? 100% ഒരിക്കലും പോവില്ല. LDFന്റെ സ്ഥാനാർത്ഥികൊണ്ട് ഇങ്ങനെ കിട്ടി ഇവന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. ഒന്നുമില്ലേ? ആയിക്കോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ